അഗസ്ത്യമല നിരകളുടെ ചുവട്ടിലെ ആരെയും മയക്കുന്ന സുന്ദരിയാണ് ബോണക്കാട്. അവിടെ കാട്ടിനുള്ളിൽ ഒരേ സമയവും ഭീതിതവും ത്രസിപ്പിക്കുന്നതുമായ കഥകൾ ഉറങ്ങുന്ന നിഗൂഢമായ ബംഗ്ലാവ്. 13കാരിയുടെ പ്രേതമുറങ്ങുന്ന ബോണക്കാട് ബംഗ്ലാവ് എന്നൊക്കെ യൂട്യൂബർമാർ വിശേഷിപ്പിക്കുന്ന ഈ ബംഗ്ലാവ് കാലപ്പഴക്കം കാരണമാണ് പൊളിഞ്ഞു തുടങ്ങിയത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്താണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ പ്രദേശം ചായത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായിരുന്നു. 1.5 നൂറ്റാണ്ടിന് മുൻപേ എത്തിയ വെള്ളക്കാർ ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി. 2500 ഏക്കർ സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് അവർ തേയിലച്ചെടികൾ നട്ടു. നാട്ടുകാരായിരുന്നു തൊഴിലാളികൾ. അവർക്ക് താമസിക്കാനായി അവർ ലായങ്ങൾ പണിതു. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർക്ക് കുടുംബസമേതം താമസിക്കാൻ 1951 പണിതതാണ് ഇവിടുത്തെ ബംഗ്ലാവ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ ബംഗ്ലാവ്. വിശാലമായ 4 മുറികൾ, കുളിമുറികളാകട്ടെ ബാത്ടബ് അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട്. കിടപ്പുമുറിയിലും സ്വീകരണ മുറിയിലും പാശ്ചാത്യ രീതി അനുസരിച്ച് തീ കായാനുള്ള നെരിപ്പോടുകളും കാണാം. തൊഴിലാളി സമരത്തെ തുടർന്ന് തോട്ടവും തേയില ഫാക്ടറിയും പിൻകാലത്ത് പൂട്ടി. അതോടെ എസ്റ്റേറ്റും ലായങ്ങളുമെല്ലാം ഉപയോഗശൂന്യമായി നശിച്ചു തുടങ്ങി. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജരും കുടുംബവുമായിരുന്നു 25 GB എന്ന പേരുള്ള ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. താമസം മാറ്റി അധിക കാലം കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ 13കാരിയായ മകൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെ ഇന്ത്യമടുത്ത സായിപ്പ് ലണ്ടനിലേക്ക് മടങ്ങി. എന്നാൽ പിന്നീട് അവിടെ താമസിച്ച പലരും ജനാലയ്ക്കൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഥ. അവളുടെ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കേട്ടുവെന്നും പലരും പറയുന്നുണ്ട്. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അവിടെ അലയുന്നു എന്നതാണ് കഥ. വിറകു പെറുക്കാനായി ഇവിടെ എത്തിയ ഒരു നാടൻ പെൺകുട്ടിക്ക് പ്രേതബാധ ഉണ്ടായതായി മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ആ പെൺകുട്ടി ബംഗ്ലാവിൽ പോയി വന്നതിന് ശേഷം പെട്ടെന്ന് സ്ഫുടമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്രേ. എന്നാൽ അതിനുശേഷം വളരെ കുറച്ചു കാലം മാത്രമേ ആ പെൺകുട്ടി ജീവിച്ചുള്ളൂ. അനേകം കഥകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും അവയൊന്നും സത്യമല്ല എന്നാണ് നാട്ടുകാർ അടക്കമുള്ള ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു പരത്തുന്ന കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയുന്നവരാണ് അധികവും. എന്നാലും ഇപ്പോഴും ബോണക്കാട്ടിൽ ആ പെൺകുട്ടിയും അവളുടെ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും നിലയ്ക്കാത്ത കഥകളായി ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു.